എങ്ങും കാണാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെല്ലി ശല്യം ഇല്ലാത്ത ലഗുണ എന്ന് പറയുന്ന ഒരു വെറൈറ്റി തെങ്ങ് ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കർഷകർക്കിടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ സമൂഹത്തിലെ കർഷകർക്ക് നല്ല രീതിയിലെ തെങ്ങുകൾ അവരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നേഴ്സറി കേര കേന്ദ്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കർഷകർ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാർഡ് കൊടുക്കും. അതിലെ അഡ്രസ്സ്, അതുപോലെ തന്നെ എത്ര തൈ വാങ്ങിച്ചു, എവിടെ നിന്ന് വാങ്ങിച്ചു, ആരാണ് വാങ്ങിച്ചത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ എഴുതി ഓരോ തെങ്ങിനും നമ്മൾ കൊടുക്കും. 10 തെങ്ങാണ് വാങ്ങിച്ചെങ്കിൽ 10 വാറണ്ടി കാർഡ് കൊടുക്കും. കാരണം ഇന്ന തൈ ഇന്ന സ്ഥലത്ത് ഇന്ന സമയം വരെ വെച്ചിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. നമുക്ക് ഒരു മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരിക്കലും വിത്ത് തേങ്ങ ഇങ്ങോട്ട് ഇറക്കാനായിട്ട് സാധിക്കത്തില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. 1936 മുതൽ നമ്മൾ തെങ്ങിനെ പറ്റി പഠിച്ച് റിസർച്ച് നടക്കുന്ന ഒത്തിരി സയന്റിസ്റ്റുകളുണ്ട്. അവർക്കെല്ലാം ഇത് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഇന്ത്യയിൽ ഒരു 9 വർഷമായിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വിത്ത് തേങ്ങകൾ കളക്ട് ചെയ്ത് അത് സയന്റിഫിക്കലി തെളിയിച്ചതിന് ശേഷം മാത്രമാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. വാറന്റി കാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കേരളത്തിലെ കർഷകർക്ക് 100% നല്ല പ്രോഡക്റ്റ് അല്ലെ നല്ല തെങ്ങിൻ തൈകൾ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വാറന്റി കാർഡ് കൊടുക്കുന്നത്. അപ്പൊ 100% അത് ഇന്ന 4 വർഷത്തിനുള്ളിൽ അത് കായ്ക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ കേടുപാടുകൾ ചെല്ലി അല്ലാതെ മറ്റുള്ള കേടുപാടുകൾ വരുന്നത് വരാത്തത് കൊണ്ടും അതിന് റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്ക് ഈ വാറന്റി എന്നുകൊണ്ട്. ഞാൻ ഇന്ന് എത്തിയുള്ളത് കോട്ടയം ജില്ലയിലെ കേര കേന്ദ്രം എന്നറിയപ്പെടുന്ന ഒരു ഫാമിലാണ്. നമ്മൾ പലയിടത്തുനിന്നും തെങ്ങിൻ തൈകളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് തെങ്ങിൻ തൈകൾ പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. ഇവിടെ നമുക്ക് വാറന്റിയോട് കൂടിയിട്ടാണ് തെങ്ങിൻ തൈകൾ തരുന്നത്. 2 വർഷം വാറന്റി കാർഡ് തരുന്നുണ്ട്. മാത്രമല്ല 4 വർഷം കൊണ്ടിട്ട് എന്തായാലും കായ്ഫലം വരുമെന്ന് ഇവർ ഉറപ്പ് തരുന്നുണ്ട്. അത്രയും നല്ല ഉറപ്പ് തരുന്ന ഒരു ഫാമിലാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഇതിന്റെ ഓണർ, ഈ ഫാമിന്റെ ഓണർ നമ്മുടെ ടീച്ചർ കൂടെ ഉണ്ട്. ടീച്ചർ ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് വീട്ടിലേക്ക് പോവാം. ടീച്ചറെ പേരൊന്ന് പറയൂ. എന്റെ പേര് കാവേരി. ഞാൻ കോട്ടയം ജില്ലയിലെ മാളികപ്പീടിക എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കേര കേന്ദ്രം എന്ന് പറയുന്ന നേഴ്സറി സ്ഥിതി ചെയ്യുന്നത്. എന്താണ് നമ്മുടെ തെങ്ങിൻ തൈകൾക്കുള്ള പ്രത്യേകത? എങ്ങും കാണാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെല്ലി ശല്യം ഇല്ലാത്ത ലഗുണ എന്ന് പറയുന്ന ഒരു വെറൈറ്റി തെങ്ങ് ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കർഷകർക്കിടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ സമൂഹത്തിലെ കർഷകർക്ക് നല്ല രീതിയിലെ തെങ്ങുകൾ അവരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നേഴ്സറി കേര കേന്ദ്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ടീച്ചറെ, എവിടെയും കാണാത്ത കുറച്ച് വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വെറൈറ്റീസ് ഒക്കെ നമ്മൾ ഈ ഫാമിലേക്ക് എങ്ങനെ എത്തിച്ചെന്നുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? നമുക്ക് ഒരു മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരിക്കലും വിത്ത് തേങ്ങ ഇങ്ങോട്ട് ഇറക്കാനായിട്ട് സാധിക്കത്തില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. 1936 മുതൽ നമ്മൾ തെങ്ങിനെ പറ്റി പഠിച്ച് റിസർച്ച് നടക്കുന്ന ഒത്തിരി സയന്റിസ്റ്റുകളുണ്ട്. അവർക്കെല്ലാം ഇത് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഇന്ത്യയിൽ ഒരു 9 വർഷമായിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വിത്ത് തേങ്ങകൾ കളക്ട് ചെയ്ത് അത് സയന്റിഫിക്കലി തെളിയിച്ചതിന് ശേഷം മാത്രമാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതിന്റെ ഒരു നമ്മൾ പറഞ്ഞ ഫിലിപ്പീൻസ് വെറൈറ്റിയാണ്. പല വിദേശ ഇനങ്ങളുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫിലിപ്പീൻസിലെ ലഗുണ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം നമ്മൾ കർഷകരുടെ തെങ്ങുകൾ മൊത്തം നശിച്ചു പോകാനുള്ള കാരണം ചെല്ലി എന്ന് പറയുന്ന ഒരു പ്രാണിയുണ്ട്. ആ ചെല്ലിയാണ് നമ്മുടെ തെങ്ങിൻ തൈകളെല്ലാം നശിപ്പിക്കുന്നത്. ഇത് ചെല്ലി ശല്യം ഇല്ലാത്ത അല്ലെങ്കിൽ ചെല്ലി കുത്താത്ത തരത്തിലുള്ള ഒരു പുതിയ വെറൈറ്റിയാണ്. പുതിയതെന്ന് പറയാൻ പറ്റരുത് എങ്കിൽ പോലും അതൊരു നല്ലൊരു വെറൈറ്റിയാണ് ലഗുണ എന്ന് പറയുന്നത്. ചെല്ലി അതിനെ കുത്തത്തുമില്ല. അതിന് കാരണം അതിന്റെ തണ്ടിന് കട്ടി കൂടുതലാണ്. അതുകൊണ്ട് ചെല്ലിക്ക് പോലും അതിനെ തുളച്ചകത്ത് കയറി ആ തെങ്ങിനെ നശിപ്പിക്കാനായിട്ട് കഴിയാതെ വരുന്നു. പിന്നെ പറയുന്നത് അതിന്റെ കൂമ്പിന് കയ്പാണ്. അപ്പൊ കയ്പുള്ള വസ്തുവിനെ കൂടുതലായിട്ടും പ്രാണികൾ അതിനെ അല്ലെങ്കിൽ അതിനെ കുത്താനോ അതിനെ കളയാനോ വരാറില്ല. അത് നമ്മൾ സയന്റിഫിക്കലി തെളിയിച്ചതിന് ശേഷം മാത്രമാണ് കർഷകരിലേക്ക് ഇത് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത്. പിന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടി കേട്ട്, അതായത് നമ്മൾ ഈ ഒരു നഴ്സറിയിൽ നിന്നും ഒരു തൈ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ വാറന്റി കാർഡും കൂടി കൊടുക്കുന്നുണ്ടെന്ന്. ഈ വാറന്റി കാർഡ് കൊടുക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ആ ഡീറ്റെയിൽസും കൂടി ഒന്ന് പറയുന്നത്. വാറന്റി കാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കേരളത്തിലെ കർഷകർക്ക് 100% നല്ല പ്രോഡക്റ്റ് അല്ലെ നല്ല തെങ്ങിൻ തൈകൾ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വാറന്റി കാർഡ് കൊടുക്കുന്നത്. അപ്പൊ 100% അത് ഇന്ന 4 വർഷത്തിനുള്ളിൽ അത് കായ്ക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ കേടുപാടുകൾ ചെല്ലി അല്ലാതെ മറ്റുള്ള കേടുപാടുകൾ വരുന്നത് വരാത്തത് കൊണ്ടും
അതിന് റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്ക് ഈ വാറന്റി എന്നുകൊണ്ട് ഈ ഉദ്ദേശിക്കുന്നത്. വാറന്റി വെറും വാക്കല്ലല്ലോ, വാക്കാൽ കൊടുക്കുന്നതല്ല. കർഷകര് കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാർഡ് കൊടുക്കും. അതിലെ അഡ്രസ്സ്, അതുപോലെ തന്നെ എത്ര തൈ വാങ്ങിച്ചു, എവിടെ നിന്ന് വാങ്ങിച്ചു, ആരാണ് വാങ്ങിച്ചത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ എഴുതി ഓരോ തെങ്ങിനും നമ്മൾ കൊടുക്കും. 10 തെങ്ങാണ് വാങ്ങിച്ചെങ്കിൽ 10 വാറന്റി കാർഡ് കൊടുക്കും. കാരണം ഇന്ന തൈ ഇന്ന സ്ഥലത്ത് ഇന്ന സമയം വരെ വെച്ചിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. അത്രയും നമ്മൾ ഉറപ്പിലെ അത്രയും ഉറപ്പാണ്, 100% ഉറപ്പാണ്. നമ്മൾ കൊടുക്കുന്ന തെങ്ങിൻ തയ്യ് ഈ പറയുന്ന 3.5 വർഷം മുതൽ ചൊട്ടയിട്ട് 4 വർഷത്തിനുള്ളിൽ പറിക്കാവുന്ന രീതിയിൽ നമുക്ക് തെങ്ങിൻ തൈ കൊടുക്കാനായിട്ട് സാധിക്കും. വാക്കാൽ മാത്രമല്ല, ഇത് ഒറിജിനൽ ആണ്. ഈ 2 വർഷത്തിനുള്ളിൽ തെങ്ങിൻ തൈക്ക് എന്ത് കേട് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അത് മാറ്റി കൊടുക്കും. തീർച്ചയായിട്ടും മാറ്റി കൊടുക്കും. എത്ര പീസായാലും നമ്മൾ മാറി കൊടുക്കും. നമ്മൾ വെള്ളം ഒഴിക്കാതെ കരിഞ്ഞു പോയത് മാത്രം കൊടുക്കത്തില്ല. അത് നമ്മൾ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇത് എത്ര വെറൈറ്റീസ് ഉണ്ട് ടീച്ചർ? ഇതൊക്കെ നമുക്ക് വിദേശ ഇനം തന്നെ ഒരു 5-8 ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഫിലിപ്പീൻസിന്റെ ലഗുണ, അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെയുണ്ട് ഫിലിപ്പീൻസിന്റെ മാസേസ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ തായ്ലാന്റിന്റെ തായ് നാംഹോം എന്ന് പറയുന്ന വെറൈറ്റി, അങ്ങനെ സിഗ്രിയന്റ്, അങ്ങനെ ഡിഫറെന്റ് പലതരത്തിലുള്ള വെറൈറ്റീസ് നമുക്കുണ്ട്. എന്നാൽ മറ്റുള്ള വെറൈറ്റീസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. മറ്റുള്ള വെറൈറ്റീസ് സിഗ്രിയന്റ്, മാസേസ എന്നൊക്കെ പറയുന്ന നല്ല വെറൈറ്റീസ് ഉണ്ട്. അത് നമുക്ക് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇതേതേ വെറൈറ്റി? ഫിലിപ്പീൻസിന്റെ മാ സായ് സായ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ലോകത്തിലെ മുഴുത്ത നാളികേരങ്ങളിൽ ഒരെണ്ണം. ഉദ്ദേശം ഒരു പൊതിച്ച നാളികേരം 1.5 കിലോയ്ക്കും 2 കിലോയ്ക്കും ഇടയിൽ തൂക്കം വരും. 4 വർഷം മുതൽ കായ്ച്ചു തുടങ്ങും. ഒരു കൊലയിൽ ഒരു 18-നും 20-നും ഇടയ്ക്ക് നാളികേരം ഉണ്ടാവും. രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളൊരു വെറൈറ്റിയാണ്. ഫിലിപ്പീൻസിന്റെ മാ സായ് സായ് എന്ന് പറയും. അങ്ങനെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് എത്ര വർഷം കൊണ്ട് ആവുമെന്ന് ഉറപ്പ് കൊടുക്കാം? 4 വർഷം കൊണ്ട് നമുക്ക് ഇത് കായപ്പെടുത്താൻ എന്തായാലും വരുന്ന ഉറപ്പ് കൊടുക്കാം. നല്ലൊരു വെറൈറ്റിയും കൂടിയാണ്. ഓക്കെ, ഇതിന്റെ തൈ നമ്മൾ എത്ര രൂപ കൊടുക്കുന്നത്? ഇതിന്റെ തൈ നമുക്ക് 600 രൂപ. ഇതേതാ? ഇത് ഫിലിപ്പീൻസിന്റെ തന്നെ ലഗൂണ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതായത് 90% ചെല്ലിശല്യം കുറവുള്ള ഒരു വെറൈറ്റിയാണ്. 90%. അതായത് നല്ല കാപിടുത്തം, സാധാ തേങ്ങയെക്കാളും മുഴുപ്പുള്ള തേങ്ങ, ഒരു 650 ഗ്രാം തേങ്ങയുടെ തൂക്കം വരും. നല്ല ഓയിൽ കണ്ടന്റ്, നല്ല വിളവ്. ഏറ്റവും പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെല്ലിശല്യവും മറ്റുള്ള രോഗങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതെ, ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞ ചെല്ലിശല്യാണ്. അത് നമുക്ക് ഇതിൽ നിന്നുണ്ടാവില്ല. അതായത് 8 വർഷമായിട്ട് ഏകദേശം ഇതിനിടയിൽ ഞങ്ങൾ റിസർച്ച് നടത്തിയതിനു ശേഷമാണ് ഈ വെറൈറ്റി ഞങ്ങൾ തെരഞ്ഞെടുത്തത്. ഇത് നമുക്ക് മറ്റുള്ള എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഒരു വെറൈറ്റീസ്? ഈ വെറൈറ്റീസ് വേറെ ഒരു കേരളത്തിലൊരു നഴ്സറിയിൽ നിന്നും കിട്ടാൻ വഴിയില്ല. ഞങ്ങൾക്ക് തന്നെ വിരളമായ ഇന്ത്യയിൽ നിന്നും ആകെ കിട്ടുന്നത്. ഇത് ഇത്ര വില വരാൻ തന്നെ കാരണം ഇന്ത്യയിലെ പല ദൂര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇതിന്റെ വിത്ത് തേങ്ങ വരുന്നത്. അപ്പൊ ഇത് ഇത്രയും വില തന്നെ വരാനുള്ള ഒരു കാരണം ഇത് 4 വർഷം മുതൽ കായ്ക്കും. സെമിറ്റോളാണ്. അതിന് അധികം ഉയരം വെക്കത്തില്ല. നാടൻ തെങ്ങിന്റെ 1/3 ഉയരമേ വെക്കത്തുള്ളൂ. ഒരു കൊലയിൽ ഒരു 20-22-25 നാളികേരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതേ മുഴുപ്പമുള്ള നാളികേരങ്ങൾ ഉണ്ടാവും. നമുക്ക് ഉറപ്പ് കൊടുക്കാം. അതാണ് ഗ്യാരണ്ടി കാർഡോട് കൊടുക്കുന്നത്. ഇത് വേറൊരു നഴ്സറികളും ഇത് കിട്ടത്തില്ല എന്ന് പറയാനുള്ള കാരണം ഇതിന്റെ ഇന്ത്യയിലുള്ള ആകെയുള്ള 3-4 തോട്ടങ്ങൾ. ആ 3-4 തോട്ടങ്ങളിൽ മാർക്ക് ചെയ്ത് ഞങ്ങളാ എന്റെ നാളികേരം എടുക്കുന്നു. അതും കൂടുതലൊന്നും ഇല്ല. 50 തെങ്ങ്, 100 തെങ്ങ്, അങ്ങനെയാണ് വെറൈറ്റികൾ. പിന്നെ നമ്മുടെ സംസ്ഥാനം കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ടാവാം. അതെ, പല വിദേശ ഇനങ്ങളും. പക്ഷെ അത് മാർക്ക് ചെയ്തോ നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ കർഷകർക്ക് ഇത് 100% ഗ്യാരണ്ടിയോടുകൂടി തന്നെ കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത ഇനി പരിചയപ്പെടുത്താല്ലേ? അടുത്തത് സിഗ്രിയന്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഈ സിഗ്രിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈബ്രിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പൊ DNT ഒരു സങ്കര ഇനം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് കുറുകിയ ഇനം തെങ്ങിൽ ടോൾ വെറൈറ്റി ഈ തെങ്ങിന്റെ പൂമ്പൊടി ഇട്ടാണ് നമ്മൾ ഹൈബ്രിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇങ്ങനെ ഹൈബ്രിഡുകൾ ഇപ്പൊ നമ്മൾ സപ്പോസ് ഒരു മലേഷ്യൻ മഞ്ഞ, ഈ മലേഷ്യൻ മഞ്ഞയിൽ, കുറുകിയ മഞ്ഞയിൽ നമ്മൾ ടിപ് ടു ടോളിന്റെയോ അല്ലെങ്കിൽ WCTയുടെയോ പൂമ്പൊടി ഇട്ട് നമ്മൾ അത് പോളിനേഷൻ ചെയ്ത് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് പോളിനേറ്റഡ് ആയി ഈ മഞ്ഞത്തേങ്ങ നമ്മളൊരു 100 നാളികേരം നമ്മൾ പാകി
അത് മുളച്ചു വരുമ്പോൾ അത് പച്ചയായി മാറിയാലാണ് ആ പച്ചയായി മാറുന്ന തെങ്ങിൻ തൈയാണ് ഹൈബ്രിഡായി വ്യതിയാനം സംഭവിച്ചു. അതെ. അത് സങ്കര ഇനമായി. അത് ഈ 100 നാളികേരം നമ്മൾ പായിക്കഴിഞ്ഞാൽ അതിൽ കൂടി വന്നിട്ട് 30 എണ്ണം ഈ ഹൈബ്രിഡ് ആകത്തുള്ളൂ. മനസ്സിലായത്? പിന്നെ ആ മാതൃവൃക്ഷം പോലെ തന്നെ ഒരു 30 നാളികേരം ആ മഞ്ഞ കളർ തന്നെ തൈ ഉണ്ടാവും. അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അത് ആ തൈ തന്നെ. പിന്നെ അതിനകത്തൊരു 10-15 എണ്ണം സിഗ്രിയന്റായി വളരും. സിഗ്രിയന്റ് എന്ന് പറഞ്ഞാൽ മാതൃവൃക്ഷത്തിൽ നിന്നും മാറ്റമുണ്ടായി, എന്നാൽ സങ്കരയിനം ആയുമില്ല. അപ്പം ആ തൈക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചയും മഞ്ഞയും കൂടെ കലർന്ന് വരും, നിറത്തിലായിരിക്കും വരിക. അത് ഹൈബ്രിഡുകളെക്കാളും കൂടുതൽ രോഗപ്രതിരോധ ശേഷി കാണിക്കുന്നുണ്ട്, വിളവും കാണിക്കുന്നുണ്ട്. ഇതിനെയാണ് സിഗ്രിയന്റ് എന്ന് പറയുന്നത്. ഇത് ഞങ്ങളുടെ പേരല്ല, ഇത് വർഷങ്ങളായിട്ട് സയന്റിസ്റ്റുകളും അവരൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. നമുക്ക് വേണമെങ്കിൽ സംശയം സെർച്ച് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. ഞങ്ങൾ എല്ലാ വെറൈറ്റികൾക്കും നെറ്റിൽ നോക്കാം. ഞങ്ങൾ പറഞ്ഞല്ല, അല്ലാതെ തന്നെയുള്ള ചരിത്രത്തിലുള്ളതാണ്. അതെ. സംശയമുള്ള ആൾക്കാർക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. നോക്കും. ഈ സിഗ്രിയന്റിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധശേഷി കാണിക്കുന്നത് മലേഷ്യൻ മഞ്ഞയും ടിപ്റ്റു ടോളും തമ്മിലുള്ള സങ്കരയിനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന സിഗ്രിയന്റുകളിലാണ്. കറക്റ്റ് 3 വർഷം കൊണ്ട് കായ്ക്കും, അധികം ഉയരം വെക്കത്തില്ല, നല്ല നാളികേരം, കേട് കുറവ്, 90% കേട് കുറവ്. ഞങ്ങൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാ ഉപയോഗത്തിനും പറ്റില്ലേ? എല്ലാ ഉപയോഗത്തിനും കരിക്കിനും പറ്റും, തേങ്ങയ്ക്കും പറ്റും, എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും പറ്റും അല്ലേ? നമ്മൾ കർഷകരോട് 100% കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അല്ല നമ്മൾ പറയുന്നത് നാളികേരം ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവരുന്ന ഒരിക്കലും നമ്മൾ പറയത്തില്ല. കാരണം ഇത് ഫിലിപ്പീൻസ്, ഞങ്ങളോട് പല കർഷകരും വിളിച്ച് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഫിലിപ്പീൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണോ? ഒരിക്കലുമല്ല. നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് നിന്ന് വിത്ത് തേങ്ങ ഇറക്കാൻ നമുക്കെന്നല്ല കേന്ദ്ര ഗവൺമെന്റിന് പറ്റത്തില്ല. 1956 അങ്ങോട്ടും ഇങ്ങോട്ടും വിത്തുകൾ കൈമാറിയതാണ്. അതിനുശേഷം ഒരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിത്ത് തേങ്ങ കൈമാറുകയോ നടന്നിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല വിദേശ ഇനങ്ങളും ഉണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. നമ്മൾ പഞ്ചായത്തിൽ കാണും ചിലപ്പോൾ. അവരെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ആ വെറൈറ്റി തിരഞ്ഞ് മാറ്റി വെച്ച് നമ്മൾ നോക്കുക. പിന്നെ ഇതിലിപ്പോ സാധാ തേങ്ങ, ചിലർക്ക് സംശയമുണ്ട്, സാധാ തേങ്ങ ഒരു തേങ്ങയ്ക്ക് ഒരു 600 രൂപ തൈവല, ഹൈബ്രിഡ് അല്ലല്ലോ. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈദരാബാദിലാണ് ഇതിന്റെ 60 തെങ്ങ് നിൽക്കുന്നത്. ഈ ലഗൂണയുടെ 60 തെങ്ങ് ഹൈദരാബാദിലാണ് നിൽക്കുന്നത്, 100 തെങ്ങ് മാണ്ഡ്യയിലാണ് നിൽക്കുന്നത്, 40 തെങ്ങ് കർണാടകയിലാണ് നിൽക്കുന്നത്. 6 സംസ്ഥാനങ്ങളിൽ നിന്നാണ് 5000 വിത്ത് തേങ്ങ നമ്മൾ ലഭിക്കുന്നത്. പിന്നെ ഇതിന് വേറൊരു ആകെയുള്ള ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കർഷകർക്കല്ല, 100 നാളികേരം പായി കഴിഞ്ഞാൽ 40 നല്ല തേങ്ങ കിട്ടും. അങ്ങനെയുള്ള തേങ്ങകളെ നമ്മൾ കൊടുക്കുള്ളൂ. ഇതിന് വെറൈറ്റിക്ക് 40 എണ്ണം 30 എണ്ണം ക്ലിക്കാതെ പോലും വരും ചിലപ്പോൾ ലഘുണയ്ക്ക്. അങ്ങനെ നേഴ്സറിക്കാരനൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലാതെ കർഷകർക്ക് ഏറ്റവും ഗുണകരമാണ്. കർഷകർക്ക് ഏറ്റവും ബെറ്റർ ആയിരിക്കും അല്ലേ? 90% ജെല്ലി ശല്യം കുറവാണ്. ഇതിന്റെ ഈ സൈസ് ഇത്ര തന്നെ വരുമായിരിക്കും അല്ലേ? എല്ലാ തേങ്ങയ്ക്കും ഇത്ര തന്നെ വരും അല്ലേ? ഓക്കെ. ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇത് ഏതായിട്ടും ഇത് നമ്മുടെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതായത് മലേഷ്യൻ മഞ്ഞയും ടിപ്റ്റു ടോളും തമ്മിലുള്ള ഒരു സങ്കരയല്ല, ഇത് ഹൈബ്രിഡാണ്. ഇത് നമ്മൾ ചെല്ലി ശല്യത്തിന് ഗ്യാരണ്ടി തരത്തില്ല. സാധാ എല്ലായിടത്തും മേടിക്കുന്ന പോലെ നമുക്ക് വെക്കാം. ഇതിന് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. അതിന് ഉറപ്പ് കൊടുക്കാൻ നമുക്ക് വാറണ്ടി കാർഡ് കൊടുക്കുന്നുണ്ടോ? തൈക്ക് എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ കൊടുക്കും. ജെല്ലി ശല്യത്തിന് നമ്മൾ ഉറപ്പ് പറയത്തില്ല. 2 വർഷത്തേക്ക് നമ്മൾ വാറണ്ടി കാർഡ് കൊടുക്കും. പക്ഷെ അതിനകത്ത് നമ്മൾ പ്രത്യേകം എഴുതും ജെല്ലി ശല്യത്തിനും മാത്രമില്ല. ഈ ഒരു വെറൈറ്റിക്ക് അല്ലേ? ഇത് നമ്മള് ടിപ്റ്റു ടോളും മലേഷ്യൻ മഞ്ഞയും കൂടെ ഉള്ള ഒരു സങ്കരയിനമാണ്, ഹൈബ്രിഡാണ്. ഓക്കെ. ഇത് റിസൾട്ട് വരെ എത്ര സമയം എടുക്കുന്നുണ്ട്? ഇത് 3 കൊല്ലം. 3 കൊല്ലം. ഈ ഒരു സൈസിൽ നിന്ന് 3 വർഷം. ഓക്കെ. അടുത്തെന്താ? ഇത് വിയറ്റ്നാം ഗ്രീൻ എന്ന് പറയും. വിയറ്റ്നാം ഗ്രീൻ ഉദ്ദേശം 1200-1100 രൂപ വില വരുന്നൊരു വെറൈറ്റിയാണ്. വീടിന്റെ മുറ്റത്ത് വെക്കാനും നല്ല കാബലവും ഉള്ള നല്ലൊരു വെറൈറ്റിയാണ്. നിങ്ങൾ സൈറ്റിൽ നോക്കിയാൽ മതി, അതിന്റെ വിലകളും കാര്യങ്ങളും ഒക്കെ അറിയാം. ഇത് പിന്നെ നമ്മള് തായി നാംഹോം എന്ന് പറയും, തായ്ലാന്റിന്റെ തായി നാംഹോം. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ഔഷധ ഗുണം കൂടുതലുള്ള നാളികേരം. കരിക്കിന് നല്ല സുഗന്ധം, ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് കോക്കനട്ട്
വേൾഡ് ഉം. എന്നാണ് ഇതിനെ അറിയപ്പെടുക. അറിയപ്പെടുന്നത്. ഓക്കെ. കൂടുതലും കരിക്കിനാണ് ഉം. ഇത് ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും വെള്ളം. നല്ല ടേസ്റ്റും ആയിരിക്കും. ഉം. ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ. ഇതെന്ന് പറയുന്നത് ഇത് കേരഗംഗ, നമ്മുടെ ഗംഗാബോണ്ടവും നമ്മുടെ WCT ആയിട്ടുള്ള സങ്കരയിനം ഒരു ഹൈബ്രിഡാണ്. അത് 3 വർഷം കൊണ്ട് കായ്ക്കും. പിന്നെ ഇതാണ് ശ്രീലങ്കൻ തെങ്ങ്. ഈ ശ്രീലങ്കയിലുള്ള ഏറ്റവും ബെറ്റർ വെറൈറ്റിയാണിത്. നിങ്ങൾ ഏറ്റവും ബെറ്റർ വെറൈറ്റി ശ്രീലങ്കയുടെ. ഇത് നമുക്ക് നല്ലപോലെ കായ്ച്ചില്ലേ? നല്ലപോലെ കായ്ക്കും. ടോൾ വെറൈറ്റിയാണ്. ഏറ്റവും ക്വാളിറ്റിയുള്ള നാളികേരവുമാണ്. ടോളാന്ന് മാത്രമേ ഉള്ളൂ ശ്രീലങ്കയുടെ ഏറ്റവും. പിന്നെ ശ്രീലങ്കയുടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് കോക്കനട്ട്. ശ്രീലങ്കയിൽ മെയിനായിട്ട് 2 വെറൈറ്റികളുള്ളൂ. ഒന്ന് കിങ് കോക്കനട്ട്, അത് കരിക്കാണ്. നമ്മൾ ചെന്തെങ്ങ് പോലെ ഉള്ള ചുവന്ന കളറിലെ ഒരു 10-30 നാളികേരം കിട്ടുന്ന ഒരു കരിക്ക് കിട്ടുന്ന ഒരു വെറൈറ്റി. പിന്നെ ശ്രീലങ്കൻ ടോള്, ഈ 2 വെറൈറ്റികളാണ്. ശ്രീലങ്കൻ ടോളാണ് ചെയ്യാൻ നിൽക്കുന്നത്. അവിടെ ഒന്ന് കാണിച്ചു മോളി തെങ്ങ് വെപ്പുണ്ട്. മോളി നേരെ കാണുന്നത് ഏതാ മേലെ കാണുന്നത് ഏറ്റവും ഹൈറ്റിൽ പോയിട്ടുള്ള ഇപ്പഴേ തേങ്ങ എടുക്കുക. അത്യാവശ്യം നല്ല തേങ്ങ വന്നിട്ടുണ്ട് അല്ലേ? ഓ അടിപൊളി. 30 വർഷമായതാ. 30 വർഷമായതല്ലേ? പിന്നെ ഈ വെറൈറ്റികളുടെ എല്ലാം 1.5 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന വലിയ ഇനങ്ങളും ഉണ്ട് നമുക്ക്. അതുണ്ട് അല്ലേ? 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന. അതൊന്ന് അപ്പുറത്തോട്ട് കാണിച്ചു. ഓക്കെ. ഇത് നമ്മൾ കാണിച്ച വെറൈറ്റികളുടെ 1.5-2 വർഷമൊക്കെ പ്രായമായ തൈകളാണ്. ഇത് വെച്ച് ഒരു 1.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് നാളികേരം ലഭിച്ചു തുടങ്ങും. ഈ വലിയ പ്ലാന്റുകൾക്ക് പ്രായത്തിന്റെ അനുസരിച്ചാണ്. 1 വർഷം കൊണ്ട് കായ്ക്കുന്നതിന് 1500 രൂപ, 1.5 വർഷം കൊണ്ട് കായ്ക്കുന്നതിന് 1000 രൂപ, അങ്ങനെ. ഇതിന് നമ്മൾ ആ വാറന്റി കാർഡ് കൊടുത്തൂടെ? ഉറപ്പായിട്ട് കൊടുക്കാമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഈ സൈസ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ 1.5-2 വർഷം കൊണ്ട് ആവുമെന്നാണ് പറഞ്ഞു വരുന്നത്. അതിന് നമ്മൾ വാറന്റി കാർഡും കൂടി കൊടുക്കുന്നുണ്ട്. അത്രയും നല്ല ഇനങ്ങളാട്ടത്. അപ്പോൾ വിശ്വസിച്ച് വാങ്ങാം. അത്രയും നല്ല ഉറപ്പ് നമുക്ക് തരുന്നുണ്ട്. ഇത് നമ്മുടെ സിഗ്രീൻ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ 2 വർഷമായ തൈയാണ്. അധികം ഓല വീശത്തില്ല. 2 വർഷമായ തയ്യല്ലേ? ഇതിനി നമുക്ക് ഒരു വർഷം കൊല്ലം കൊണ്ട് ചൊട്ടയിടും. 1 കൊല്ലം കൊണ്ട് വരും. അപ്പോ ഇതുപോലത്തെ ചെറിയ തൈകൾ നമ്മുടെ ഒരുപാടില്ലേ അല്ലേ? കസ്റ്റമർ ചോദിച്ചിട്ട് കൊടുക്കാനില്ലേ? കൊടുക്കാം. വാറന്റി കാർഡോടുകൂടി കൊണ്ടുപോകും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ശല്യം ഇല്ലാത്ത തെങ്ങിൻ തൈകളാണ്. 90% നമുക്ക് ശല്യം വരുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് 100% ഉറപ്പ് തരുന്നുണ്ട്. ഇതുപോലത്തെ നല്ല വെറൈറ്റീസ് ഒക്കെയാണ് വാങ്ങി വെക്കേണ്ടത്. ആവശ്യക്കാർ ഈ വീഡിയോയിൽ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇതിപ്പോ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള എല്ലാ വെറൈറ്റീസും ഇവിടെ ഉണ്ട്, തൈകളുണ്ട് കേട്ടോ. എത്ര പീസ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം.